ഈ ചാപ്റ്ററിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് എന്നാണ്. ഇന്ന് ലോകം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്രത്യേക ഭക്ഷണ രീതിയാണ്, അല്ലെങ്കിൽ ഉപവാസ രീതിയാണ് ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ്. ഇത് വെരി സിമ്പിൾ ആണ്. ഒരു ദിവസത്തെ 24 മണിക്കൂറിൽ 16 മണിക്കൂർ ഉപവാസം അനുഷ്ഠിക്കാതെ ഭക്ഷണം കഴിക്കാതിരിക്കുക, ബാക്കിയുള്ള 8 മണിക്കൂർ പാകത്തിന് ഭക്ഷണം കഴിക്കുക. അതായത് നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ വൈകുന്നേരം 6 മണിക്ക് ഭക്ഷണം കഴിക്കുക, പിന്നെ രാവിലത്തെ ഭക്ഷണം കഴിക്കേണ്ടത് പിറ്റേ ദിവസം രാവിലെ 10 മണിക്കായിരിക്കണം. അതായത് ഒരു 16 മണിക്കൂർ ഭക്ഷണം ഒന്നും കഴിക്കാതിരിക്കുക. പക്ഷെ വെള്ളം യഥേഷ്ടം കുടിക്കുക, കുഴപ്പമൊന്നുമില്ല. ആ രീതിക്ക് 16 മണിക്കൂർ നമ്മൾ ആമാശയത്തെ ഭക്ഷണത്തിൽ നിന്ന് മാറ്റി നിൽക്കുന്ന രീതിക്കാണ് ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുക. ഇതിന് ₹1 പോലും ചെലവില്ലാത്തൊരു സംവിധാനമാണ്. മാത്രമല്ല ഒരുപാട് ഉപകാരങ്ങളും ഇതുകൊണ്ട് ഉണ്ട്. നോക്കാം നമുക്ക് എന്തൊക്കെ ഉപകാരങ്ങൾ ചർച്ച ചെയ്യാം. അതിനു മുമ്പ് ഇത് 2016 ലോകത്തിൽ നോബൽ പ്രൈസ് കിട്ടിയൊരു വിഷയമാണ്. യോഷിനോമി ഒസൂമി എന്ന ഒരാൾക്ക് ആണ് ഈ ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് എന്ന വിഷയത്തിൽ നോബൽ പ്രൈസ് ലഭിച്ചത്. അതുകൊണ്ട് ഇത് വളരെ സയന്റിഫിക്കലി പ്രൂവൻ ആയിട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലാത്തൊരു ഭക്ഷണ രീതി കൂടിയാണ് ഇത്. ഇതുകൊണ്ട് നമുക്ക് ലഭിക്കാവുന്ന ഉപകരണം ചർച്ച ചെയ്യാം. വളരെ പ്രധാനപ്പെട്ടത് വെയിറ്റ് ലോസ്, അല്ലെങ്കിൽ ശരീരഭാരം കുറയും. എങ്ങനെ വെച്ചാൽ നമുക്കറിയാം, ശരീരഭാരം കൂടാനുള്ള കാരണം നമ്മൾ ഭക്ഷണം അധികം കഴിക്കുകയാണ്. കഴിക്കുമ്പോൾ ഭക്ഷണത്തിന് ആവശ്യമുള്ള ഊർജ്ജം ശരീരം എടുക്കും, ബാക്കിയുള്ള വരുന്ന ഊർജ്ജം ശരീരം കൊഴുപ്പ് രൂപത്തിൽ സംഭരിക്കും, നാളേക്ക് വേണ്ടി സംഭരിക്കുക. അപ്പോൾ ഈ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുമ്പോൾ ഒരു 16 മണിക്കൂർ നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ ഒരു ആദ്യത്തെ 5-8 മണിക്കൂറൊന്നും കുഴപ്പമുണ്ടായിരിക്കില്ല. പിന്നെ ശരീരത്തിൽ ഊർജ്ജം കമ്മി വരും. അപ്പോൾ കമ്മി വരുമ്പോൾ എന്ത് ചെയ്യും, ശരീരം നേരത്തെ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ള ഈ കൊഴുപ്പിൽ നിന്ന് വീണ്ടും ഈ കൊഴുപ്പിനെ തിരിച്ചെടുക്കുകയും വീണ്ടും ഗ്ലൂക്കോസായി മാറ്റുകയും ചെയ്യും. ഇങ്ങനെ ഈ പ്രോസസ്സ് ഒരു 2-3 മാസം നിങ്ങൾ കൃത്യമായിട്ട് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് വെയിറ്റ് ലോസ് വരാൻ സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ ഈ ഷുഗർ പേഷ്യൻസിന് വളരെ നല്ലൊരു ഭക്ഷണ രീതിയാണ് ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ്. കാരണം ഒരു 16 മണിക്കൂർ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ അവരുടെ ശരീരത്തിൽ ഷുഗർ ഒന്ന് കൃത്യമായിട്ട് ബാലൻസ് ചെയ്യപ്പെടാൻ സാധ്യത കൂടുതലാണെന്ന് പുതിയ പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു മെച്ചം എന്ന് പറയുന്നത് സെല്ലുലർ, ഇത്തരം നശിച്ച സെല്ലുകളെ ശരീരത്തിൽ നിന്ന് റിമൂവ് ചെയ്യാനും പുതിയ സെല്ലുകൾ നല്ല പവർ കൂടാനും സാധ്യത കൂടുതലാണെന്നും ശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട്. പിന്നെ മറ്റൊരു പ്രധാന പോയിന്റാണ് ഈ റെഡ്യൂസ് ഇൻഫ്ലമേഷൻ. നമുക്കറിയാം, മിക്ക ആളുകൾക്കും ശരീരത്തിൽ ചില സ്ഥലങ്ങളിൽ വേദന ഉണ്ടായിരിക്കും. പുറത്ത് വേദന, അല്ലെങ്കിൽ കാല് വേദന, അല്ലെങ്കിൽ കയ്യിൽ വേദന, കഴുത്തിലൊക്കെ വേദന. ഇങ്ങനത്തെ നമ്മൾ കണ്ടുപിടിക്കപ്പെടാത്ത വേദനയ്ക്ക് ഒരു കാരണം ഇൻഫ്ലമേഷൻ, നീർക്കെട്ടാണ്. ഈ നീർക്കെട്ടിന് ഏറ്റവും നല്ല മാർഗമാണ് ഈ ഇന്റർമിറ്റന്റ് ഫാസ്റ്റ്. 16 മണിക്കൂർ ഭക്ഷണം കഴിക്കാതിരുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിധി വരെ നമ്മളിത് ശരിയാവും. പിന്നെ നമ്മുടെ ഹാർട്ടിന്റെ ഹെൽത്ത് മീൻസ് കൊളസ്ട്രോൾ കൂടാനൊരു മെയിൻ കാരണം അമിതമായ കാർബോഹൈഡ്രേറ്റിന്റെ കണ്ടന്റ് കഴിക്കുന്നത് കൊണ്ടാണ്. കാർബോഹൈഡ്രേറ്റ്, പഞ്ചസാര കഴിക്കുന്നത് കൊണ്ടാണ്. ഈ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിലൂടെ നമുക്ക് എന്ത് ചെയ്യും, ഭക്ഷണം ഒന്ന് കമ്മി വരുമ്പോൾ എന്ത് ചെയ്യും, ഈ കൊളസ്ട്രോൾ ലെവൽ 2-3 മാസങ്ങൾ കൊണ്ട് നോർമലാവും. BP ഒക്കെ നോർമലാകാൻ സാധ്യത കൂടുതലാണ്. പിന്നെ മറ്റൊന്നാണ്, നമുക്ക് നല്ല ആയുസ് കൂടുമെന്ന് ശാസ്ത്രം കണ്ടെത്തിയിട്ടുണ്ട്. നമ്മൾ കൂടുതൽ ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഈ ആയുസും പല അസുഖങ്ങളൊക്കെ വരുന്നത്. ഭക്ഷണം പാകത്തിന് കഴിക്കുമ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ ശരീരത്തിന് നല്ല എല്ലാ ഫംഗ്ഷൻ നല്ല രീതിയിൽ വർക്ക് ചെയ്യാനും ശരീരത്തിന് നല്ലൊരു ഒരു സുഖം കിട്ടാനും സാധ്യത കൂടുതലാകുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് ആയുസ് കൂടാനും സാധ്യത ഉണ്ട്. പിന്നെ മറ്റൊന്നാണ് ഹോർമോണൽ ഇംബാലൻസ്. ഈ അമിത ഭക്ഷണം കാരണം നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഹോർമോണുകളുണ്ട്. ഈ ഹോർമോണൊക്കെ ആകെ ബാലൻസ് തെറ്റിയിട്ട് പല രോഗങ്ങളിലേക്ക് മാറുകയാണ്. എന്നാൽ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിലൂടെ ഹോർമോണൊക്കെ ബാലൻസ് ഒക്കെ റെഡി ആവുകയും നമ്മൾ നല്ലൊരു ശരീരത്തിന് നല്ലൊരു ഫ്ലെക്സിബിളായ രീതിയിലേക്ക് ശരീരത്തെ എത്തിപ്പെടുകയും ചെയ്യുന്നുണ്ട്. മറ്റു പ്രധാനപ്പെട്ട പോയിന്റാണ് ഡൈജസ്റ്റീവ് പ്രശ്നം. അതായത് മിക്ക ആളുകൾക്കുണ്ടാകുന്ന പ്രശ്നമാണ് ഈ വയർ സ്തംഭനം, അല്ലെങ്കിൽ ദഹന പ്രശ്നം, അല്ലെങ്കിൽ മലബന്ധം, അല്ലെങ്കിൽ പുളിച്ച് തകട്ടൽ. ഇതിനൊക്കെ പ്രധാന കാരണം ഓവർ ഫുഡിങ്ങാണ്. നമ്മൾ എത്ര കേരള ഭക്ഷണങ്ങൾ കഴിക്കുന്നത്, ഒരു ദിവസം 4-5 തവണയാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. ഈ ഓവർ ഫുഡിങ് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റുകൾ നിയന്ത്രിക്കുന്നത് കൂടി ഇത്തരം പ്രശ്നങ്ങളൊക്കെ ലെവലാകാനും നമ്മുടെ വയറിനൊക്കെ നല്ലൊരു സുഖം കിട്ടാനും സാധ്യത കൂടുതലാണ്. പിന്നെ മറ്റൊന്ന് എനർജി ലെവൽ പറഞ്ഞാൽ നമുക്ക് എപ്പോഴും ജോലി ചെയ്യാൻ ഒരു പവർ ഉണ്ടായിരിക്കാം, ഒരു മൂഡ് ഉണ്ടായിരിക്കും. അതായത് എനർജി ലെവൽ എന്ന് പറയാം. ഈ നമ്മൾ ഓവർ ഫുഡ് കഴിച്ചാൽ നമുക്ക് ഭയങ്കര ക്ഷീണം അനുഭവപ്പെടും. ശരീരത്തിന് ആകെ എന്തൊരു അസ്വസ്ഥത തോന്നും. കാരണം ഈ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ശരീരത്തിൽ ഈ ഫുഡിനെ ദഹിപ്പിക്കേണ്ടതുണ്ട്. ശരീരം കൂടുതൽ ഊർജ്ജം ദഹന പ്രക്രിയക്ക് ഉപയോഗിക്കപ്പെടും. അപ്പോൾ എന്ത് ചെയ്താൽ നമുക്ക് ക്ഷീണം അനുഭവപ്പെടും. ഈ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിലൂടെ കൃത്യമായി കിട്ടാവുന്ന ഒരു ലെവലാണ് നമ്മൾ എനർജി ലെവല്. അത് കൃത്യമായിട്ട് നോർമലിലേക്ക് അത് വരും. പിന്നെ BP, പല ആളുകളും ഇന്ന് BP മരുന്ന് കുടിക്കുന്നുണ്ട്. BP മെയിൻ കാരണം തന്നെ ഓവർ ഫുഡിങ്ങാണ്. അതും ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിലൂടെ മാറുന്നുണ്ട്. പിന്നെ നമ്മുടെ ബൂസ്റ്റ് ഇമ്മ്യൂൺ സിസ്റ്റം മീൻസ് നമ്മുടെ ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി ഒരുപാട് മെച്ചപ്പെടാൻ ഇതിലൂടെ സാധ്യത കൂടുതലാണ്.
അപ്പോൾ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് കേൾക്കുമ്പോൾ പെട്ടെന്ന് 16 മണിക്കൂർ നമുക്ക് ആദ്യത്തെ ദിവസം കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. ആദ്യത്തെ ഒരു 1-2 ആഴ്ച നമ്മൾ ഒരു 12 മണിക്കൂർ അല്ലെങ്കിൽ 10 മണിക്കൂർ നമ്മൾ ഭക്ഷണം ഗ്യാപ്പ് ഇടുക. പിന്നെ അടുത്ത ആഴ്ച ഒരു 10 11 ആക്കുക. അങ്ങനെ ഒരു 1-2 മാസങ്ങൾ കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ 16 മണിക്കൂറിലേക്ക് നീങ്ങേണ്ടത്. ഇങ്ങനെ 16 മണിക്കൂറിലേക്ക് നീങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ വലിയ ഭീകരമായിട്ടുള്ള അല്ലെങ്കിൽ മാജിക്കൽ ചേഞ്ചസ് കണ്ടു തുടങ്ങും. ഇന്ന് ഒരുപാട് സിനിമാ നടന്മാരും സിനിമാ നടിമാരൊക്കെ എന്ത് ചെയ്യും, അവർ ഫോളോ ചെയ്യുന്ന ഒരു സംവിധാനം, അവരെ യുവത്വം നിലനിർത്താൻ വേണ്ടി ഫോളോ ചെയ്യുന്ന ഒരു സംവിധാനം കൂടിയാണ് ഇത്. എന്നാൽ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിൽ ആസിഡിറ്റി ഉള്ള ആളുകൾക്ക് ചെറിയ പ്രയാസം അനുഭവപ്പെടാറുണ്ട്. അതുപോലെ തന്നെ തൈറോയിഡിന്റെ പ്രശ്നമുള്ള ആളുകൾക്കും ചെറിയ വേരിയേഷൻസ് വരാറുണ്ട്. അപ്പോൾ ഈ ആസിഡിറ്റി ഉള്ള ആളുകൾ എന്ത് ചെയ്യണം, ആസിഡിറ്റിക്കുള്ള മരുന്ന് കുടിച്ച് ആസിഡിറ്റി നോർമലാക്കിയതിന് ശേഷം ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് തുടങ്ങുക. അതായത് തൈറോയിഡ് എല്ലാ വിഭാഗമല്ല, തൈറോയിഡ് ഒരുപാട് വിഭാഗങ്ങളുണ്ട്. അപ്പോൾ എല്ലാ വിഭാഗം ചില വിഭാഗം ആളുകൾക്ക് തൈറോയിഡുള്ള ആളുകൾക്ക് പ്രശ്നം ഉണ്ടാകാറുണ്ട്. അവർ പ്രശ്നം തോന്നുകയാണെങ്കിൽ ഡോക്ടറെ കണ്ടതിന് ശേഷം മാത്രം ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് തുടരുന്നതായിരിക്കും ഏറ്റവും ഉചിതം.